നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 9 ദിവസങ്ങളിലും ദേവിയെ 9 രൂപത്തിൽ ആരാധിക്കുന്നു. ദേവിയുടെ ഓരോ ഭാവവും ഓരോ ഗ്രഹത്തിൻ്റെ അധിപതിയാണ്. അതിനാൽ 9 ദിവസങ്ങളിലും ദേവീ ആരാധന നടത്തിയാൽ നവഗ്രഹ ദോഷശാന്തി ഉണ്ടാകുന്നതാണ്. നവരാത്രിയുടെ 7ാം നാൾ ദുർഗാദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നു. ദുർഗാഭാവങ്ങളിൽ ഏറ്റവും രൗദ്രരൂപവും ബീഫത്സ ഭാവവുമാണ് കാളരാത്രി ദേവി. ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ നൽകുന്നു. ത്രിനേത്രയും ചതുർഭുജയുമാണ് ദേവി. കഴുതയാണ് വാഹനം. ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃസ്വരൂപിണിയാണ്. കാളരാത്രി ദേവി എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശുഭമായവ നൽകുന്നവളാകയാൽ ദേവിക്ക് ശുഭങ്കരി എന്നും നാമധേയമുണ്ട്. പാർവതി ദേവിയുടെ താമസഭാവമായിട്ടാണ് കാളരാത്രി ദേവിയെ കാണുന്നത്. കാളരാത്രി രൂപത്തിലാണ് ദേവി രക്തബീജൻ എന്ന അസുരനെ നിഗ്രഹിച്ചത്. താഴെ വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും 1000 രക്തബീജന്മാർ പിറവിയെടുക്കുമെന്നതിനാൽ താഴെ വീഴാതെ ഓരോ തുള്ളി രക്തവും ദേവി പാനം ചെയ്തു എന്നാണ് ഐതിഹ്യം. നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ്. അതിനാൽ കണ്ടകശനി, അഷ്ടമശനി, 7ര ശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ 7ാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം. കാളരാത്രി ആരാധനയ്ക്കുള്ള മന്ത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓം ദേവി കാളരാത്രേ നമഃ. ഏകവേണീ ജപാകർണപൂര നഗ്നാഖരാസ്ഥിത ലംബോഷ്ടീകർണികാകർണീ തൈലാഫ്യക്തശരീരിണി വാമപാദോല്ലസല്ലോഹ ലതാ കണ്ടകഭൂഷണ വർദ്ധനമൂർധ്വജാ കൃഷ്ണ കാളരാത്രിർഭയങ്കരീ. യാ ദേവി സർവഭൂതേഷു മാ കാളരാത്രിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി മേൽപ്പറഞ്ഞ മന്ത്രങ്ങൾ ജപിച്ച് ദേവിക്ക് മുല്ലപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാവിധ ശനിദോഷങ്ങളും ശനിദോഷ ദുരിതങ്ങളും അകന്ന് സർവ്വ സൗഭാഗ്യങ്ങളും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.